പറഞ്ഞുകൊണ്ട് ഇത് ഇന്ന വ്യക്തിയുടെ റൂഹാണ്, ഇന്ന വ്യക്തിയുടെ റൂഹാണ് എന്നിങ്ങനെ മലക്കുകൾ പറയും. അങ്ങനെ അതാ നാം ആകാശത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് തന്നെ അതാ ആകാശലോകത്തിന്റെ കവാടങ്ങൾ തുറക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയുണ്ടാകുന്നു. അങ്ങനെ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു എന്ന് മാത്രമല്ല, ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖർരിബൂഹാ മുഖറബൂഹാ ഇലസ്സമാഇ ലത്തി തലീഹാ. ഓരോ ആകാശത്തിലും അതാ മലക്കുകൾ ഈ റൂഹിനെ ഏറ്റെടുത്തിട്ട് തൊട്ടടുത്ത ആകാശത്തിലുള്ള മലക്കുകളെ ഏൽപ്പിക്കുവോളം ഈ പരിശുദ്ധമായ ആത്മാവിനെ ഒരു സംഘം മലക്കുകൾ അതാ യാത്രയാക്കുന്ന നിലക്ക് അതിനെ കൂടെ അനുഗമിക്കുന്നു. അങ്ങനെ 7 ആകാശത്തിന്റെയും ഉപരിയിലേക്ക് എത്തുന്നത് വരെ ഈ യാത്ര തുടരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ ആ യാത്ര ആകാശങ്ങൾക്കപ്പുറത്തേക്ക്, ആകാശങ്ങളുടെ മീതേക്ക് അതങ്ങനെ യാത്ര പോവുകയാണ്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ആത്മാവിനൊരു യാത്രയുണ്ട്. ആ യാത്രയെ തുടരുന്ന റൂഹങ്ങ് പോകുമ്പോ ഇന്ന റൂഹൈദാ ഖുബിള, ആത്മാവ് പിടിക്കപ്പെടുന്ന നേരമായാൽ ആ നേരത്തതാ തബിഅഹുൽ ബസറു, കണ്ണതിനെ തുടരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തുടരുന്നത് പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ് നമ്മൾ ഈ കേട്ട് കഴിഞ്ഞത്. തുടർന്നുകൊണ്ട് ആത്മാവിനെ ഓരോ ആകാശങ്ങളിലേക്കും മലക്കുകളുടെ ഏറ്റവും വലിയ ഉന്നതമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ പ്രശസ്തി അവർ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് മുഅ്മിനിന്റെ ആത്മാവിനെ മലക്കുകൾ അതാ അത്യുന്നതമായ പദവിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതേ അവസരത്തിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖബീസത്തായ റൂഹാണെങ്കിലോ, കാഫിറിന്റെ റൂഹാണെങ്കിലോ, അതുപോലെ തന്നെ മുനാഫിഖിന്റെ റൂഹൊക്കെ ആണെങ്കിലോ, ഫാജിറിന്റെ തെമ്മാടിയുടെ, കാഫിറിന്റെ, അതുപോലെ തന്നെ അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ അവന്റെ ആത്മാവ് വളരെ നിഷ്ഠൂരമായ നിലക്ക് വളരെ പ്രയാസത്തോടുകൂടെയാണല്ലോ പുറത്തിറക്കപ്പെടുന്നത്. അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ പുറത്തിറക്കപ്പെട്ട് കഴിയുന്ന ഉടനെ തന്നെ അവന്റെ റൂഹ്, അവന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴേക്ക് തന്നെ ഫയൽ അനുഹു കുല്ലു മലക്കിൻ ബൈനസ്സമായി വല്ലർളി വകുല്ലു മലക്കിൻ ഫിസ്സമാ, ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വമലക്കുകളും ഇവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. വകുല്ലു മലക്കിൻ ഫിസ്സമാ, ആകാശത്തിലുള്ള സർവ്വമലക്കുകളും. നേരത്തെ മുഅ്മിനിന്റെ റൂഹ് അവന്റെ ബോഡിയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്ക് തന്നെ ആകാശഭൂമികൾക്കിടയിലുള്ള മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, അവന് വേണ്ടി ദുആ ചെയ്തവരാണ്. ആകാശലോകത്തുള്ള മലക്കുകളും അതേ പ്രകാരം തന്നെയാണ്. അതേ അവസരത്തിൽ കാഫിറിന്റെയും ഫാജിറിന്റെയും ഒക്കെ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു എന്ന ആ ഘട്ടത്തിൽ എത്തുമ്പോഴേക്ക് തന്നെ ആകാശഭൂമിയിലുള്ള മലക്കുകൾ മുഴുവനും ഈ ആത്മാവിനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു, ലഅനത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവരുടെ ആ ദേഷ്യവും ആ പ്രയാസവും വതുഗ്ലഖു അബ്വാബുസ്സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു. ആ നിലക്ക് ഒരു സ്വീകരണം അവനില്ല. ലൈസ മിൻ അഹ്ലി ബാബിൻ ഇല്ലാ വഹും യദഊന അല്ലാഹ തആല അല്ലാ തുഅറജ റൂഹുഹു മിൻ ഖിബലിഹിം. ആ നീചനായ മനുഷ്യന്റെ ആത്മാവ് ഞങ്ങളുടെ സമീപത്തുകൂടെ കൊണ്ടുവരാതിരിക്കട്ടെ, ഞങ്ങൾക്കരികിലൂടെ ആ ദുഷിച്ച ആത്മാവ് കടന്നു പോകാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാത്തവരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ആ നിലക്കാണ് സത്യവിശ്വാസി അല്ലാത്ത കാഫിറിന്റെയും ഫാജിറിന്റെയും ഒക്കെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുമ്പോഴേക്കുള്ള അവസ്ഥ തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ പുറപ്പെട്ട ഉടനെ അതാ അവന്റെ ആത്മാവിനെ അത് ഒരു പറ്റം മലക്കുകൾ അത് വാങ്ങുകയാണ്. വാങ്ങിയിട്ടോ നേരത്തെ സ്വർഗീയമായ കഫൻ പുടവയിലല്ലേ മുഅ്മിനിന്റെ റൂഹിനെ വെച്ചതെങ്കിൽ ഇവിടെ ഇതാ നരകത്തിൽ നിന്ന് പ്രത്യേകമായി അവന് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായ പൊതിയിലാണ് അവനെ പൊതിയുന്നത്. മാത്രമല്ല വയഖുറുജു മിൻഹാ,
ആ റൂഹിൽ നിന്ന് പുറപ്പെടുന്നതാണ്, അതിൽ നിന്ന് പുറപ്പെടുന്നതാണ്. കഅൻതനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദി, ഭൂമുഖത്ത് കാണപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചീഞ്ഞളിഞ്ഞ ഒരു ശവത്തിന്റെ മാംസം, ഒരു ശവത്തിന്റെ മണം എങ്ങനെ എത്ര ദുർഗന്ധപൂരിതമാണോ ആ നിലക്കുള്ള ഒരു ദുർഗന്ധമാണ് അതിൽ നിന്ന് പുറപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് ഇതേ സംഭവം അതാ ചുരുക്കിയ നിലക്ക് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുഅ്മിനിന്റെ റൂഹ് പുറപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ അതിനെ സ്വീകരിക്കുന്നു. എന്നിട്ടതിന്റെ സുഗന്ധങ്ങളും ആ നിലക്കുള്ള അതിന്റെ പ്രത്യേകതകളുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, മുഅ്മിനാണെങ്കിൽ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ ഭൂമുഖത്ത് നിന്ന് വരുന്ന ഏറ്റവും ഉന്നതമായ ആത്മാവാണല്ലോ എന്ന നിലക്ക് മലക്കുകൾ ആശംസ ചൊരിയും എന്ന് മുസ്ലിമിലുള്ള റിപ്പോർട്ടിലും കാണാം. അതേ അവസരത്തിൽ കാഫിറിന്റെ ആത്മാവാണെങ്കിൽ അതിന് വല്ലാത്ത ഒരു ദുർഗന്ധമാണ്. ആ ദുർഗന്ധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേരത്ത് ഫറദ്ദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൈതതൻ കാനത് അലൈഹി അലാ അൻഫിഹി ഹകദാ, നബി തങ്ങളുടെ കയ്യിൽ ഈ സംഭവം പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടുത്തെ കയ്യിൽ ഒരു ചെറിയ വസ്ത്രമുണ്ടായിരുന്നു, ഒരു ചെറിയ തുണി ഉണ്ടായിരുന്നു, കർച്ചീഫ് പോലെ എന്തോ ഒരു ചെറിയ സൗബുൻ റഖീഖുൻ എന്നാണ് ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരതിന് വിശദീകരിക്കുന്നത്. ആ നിലക്കൊരു നേരിയ വസ്ത്രം പ്രവാചകന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു നബി? അതതാ അവിടുത്തെ മൂക്ക് പൊത്തിപ്പിടിക്കുകയാണ്. ആ തുണി കൊണ്ട് നബി മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഇതിനാണ് അങ്ങനെ പറഞ്ഞത്? അതാ ഹദീസിന് വിശദീകരണം കൊടുക്കുന്ന പണ്ഡിതന്മാര് പറയാണ്, ഐ കറാഹത്തൻ ലിനത്തിനി റീഹിൽ കാഫിരി, ഈ കാഫിറിന്റെ ആത്മാവിന്റെ മണം, ഈ കാഫിറിന്റെ റൂഹ് പോകുന്ന മണം, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ ദുർഗന്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്ന നിലക്ക് അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രം കൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണ് കാഫിറിന്റെ, ഫാജിറിന്റെ, തെമ്മാടിയുടെ റൂഹിന്റെ കൊണ്ടുപോക്കിനെ സംബന്ധിച്ച്, അതിന്റെ ദുർഗന്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വിവരിച്ചു തന്നതെന്ന് ആ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സംഭവം സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, അതാണ് കഅൻതനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർദി. അങ്ങനെ ദുർഗന്ധമാണ്. ആ ദുർഗന്ധം വമിക്കുന്ന ആത്മാവുമായി കൊണ്ട് മലക്കുകൾ കയറിപ്പോവുകയാണ്. അങ്ങനെ കയറിപ്പോകുമ്പോ അതാ നേരത്തെ ചോദിച്ചല്ലോ മലക്കുകൾ, ആ മലക്കുകളൊക്കെ ചോദിക്കുകയാണ്, മഹാദർ റൂഹുൽ ഖബീസ്, ഈ ദുഷിച്ച ആത്മാവ് ഏതാണ്, ആരുടേതാണിത്? ആ അവസരത്തിൽ മലക്കുകൾ മറുപടി പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ് ദുനിയാ, ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പേരെന്ന നിലക്ക് ഏറ്റവും ദുഷിച്ച് അവനെ എങ്ങനെ വിളിക്കാമോ ആ നിലക്കാണ് അവനെ പരിചയപ്പെടുത്തപ്പെടുന്നത്. അങ്ങനെയോ ആകാശലോകത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി ആ നിലക്ക് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. ഈ സംഭവം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഅറാഫിലെ 40-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിക്കുന്നത്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ലാ തുഫത്തഹു ലഹും, കാഫിറുകളായ ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നതല്ല, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതല്ല. വലാ യദ്ഖുലൂനൽ ജന്ന,
സ്വർഗത്തിൽ അവർ പ്രവേശിക്കുന്നവരുമല്ല. ഹത്താ യലിജൽ ജമലു, ഒട്ടകം പ്രവേശിക്കുവോളം, ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിപ്പഴുതിലൂടെ, സൂചിക്കുഴയിലൂടെ ഒട്ടകം പ്രവേശിക്കൽ എത്രമാത്രം അസാധ്യമാണോ, അസംഭവ്യമാണോ, അതുപോലെ അസംഭവ്യമാണ്, അതുപോലെ നടക്കാത്ത സംഗതിയാണ് കാഫിറുകൾ നരകത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത്. അതുകൊണ്ട് അല്ലാഹു അവരെ സംബന്ധിച്ച് വളരെ മോശമായ നിലക്ക് അവരുടെ ആത്മാക്കളതാ അത്യുന്നതമായ പദവിയിലേക്ക് പോകാതെ ഫിൽ അർളിസ് സുഫ്ലാ, ഭൂമിയുടെ ഏറ്റവും അഗാധമായ ഗർത്തത്തിലേക്ക് മോശക്കാരായ നിലക്ക് അവരുടെ ആത്മാക്കളെ ആ നിലക്കാണ് തള്ളിവിടപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നു. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ നമുക്ക് ഗ്രാഹ്യമാകാത്ത